ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ പുതിയൊരു സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, ഡിറ്റർമിനന്റ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നതിനകത്ത് എങ്ങനെയാണ് മെട്രിക്സ് വന്നത്? ഓക്കെ, ഈ ഒരു സെക്ഷൻ നമുക്ക് മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് ഡിറ്റർമിനന്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. നമ്മൾ മെട്രിക്സിനകത്ത് ഇൻവേഴ്സ് ഉള്ള സെക്ഷൻ പഠിച്ചായിരുന്നു അല്ലെ? എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. നമുക്ക് ചിലർക്ക് അത് ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോ വീണ്ടും നമ്മൾ മെട്രിക്സിന്റെ ഇൻവേഴ്സിലേക്ക് വരാൻ പോവാണ്. നമുക്ക് മിക്കവാറും അടുത്ത ക്ലാസ്സിലായിരിക്കും. അപ്പോ ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിലേക്ക് നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ ആണല്ലോ? എന്താണ് അഡ്ജോയിന്റ്? ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, കോഫാക്ടർ. കോഫാക്ടർ നിങ്ങൾ പഠിച്ചതാണ്. ഒരു ഡിറ്റർമിനകത്തെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോഫാക്ടർ കണ്ടുപിടിക്കുക അല്ലെ? മൈനർ പഠിച്ചു, സൈൻ ടു മൈനർ ആയിരുന്നു, കോഫാക്ടർ എന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ? അവിടെ ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു നമ്മളൊരു കോഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കോഫാക്ടറുകളെല്ലാം ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഒരു എലമെന്റ്സിന് ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഫാക്ടേഴ്സ് അതാത് പൊസിഷനിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന പുതിയ മെട്രിക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? കോഫാക്ടർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഈ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ ആണല്ലോ? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിന്റെ അഡ്ജോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് തന്നെ. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ അഡ്ജ് ചെയ്യുന്ന എഴുതും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. അപ്പൊ എന്താ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്? ഒരു മെട്രിക്സ്, അതിന്റെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ എലമെന്റ് കണ്ടുപിടിക്കുന്നു. അതേ പൊസിഷനിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഫാക്ടർ മെട്രിക്സ് ആണ്. ആ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അഡ്ജ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ജസ്റ്റ് നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു കാര്യം എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഇപ്പം ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാനൊരു തേർഡ് ഓർഡർ എഴുതുകയാണ്. അപ്പൊ എങ്ങനെ എഴുതും? A11, A12, A13, A21, A22, A23 and A31, A32, A33. ഇതല്ലേ ഒരു തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോഫാക്ടർ മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ കോഫാക്ടർ. അപ്പം A11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? A11, A12, A13. ഇവിടെ നമുക്ക് ഓരോ നമ്പേഴ്സ് കിട്ടും. ഇപ്പൊ ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് എഴുതുന്നേ ഉള്ളൂ. ദെൻ A21, A22, A23, A31, A32, A33. ഓക്കെ, എന്നുവെച്ചാൽ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ അല്ലെ? അത് മെട്രിക്സ് ഫോർമാറ്റ് എഴുതിയപ്പോൾ കോഫാക്ടർ മെട്രിക്സ് ആയി. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എ എന്തായിരിക്കും? ഈ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തോ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക എന്ന് പറയുമ്പോൾ A11, A12, A13 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിട്ട്, A21, A22, A23, A31, A32, A33. ഓക്കെ ആണല്ലോ? ഇതാണ് അഡ്ജോയിന്റ്. ഇടയിടുന്നുണ്ടോ? അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ എലമെന്റ്സ് കണ്ടുപിടിക്കുമ്പോഴോ ഓരോ A11, A12, A13, A21, A23 എലമെന്റ്സ് എല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ കോഫാക്ടർ മെട്രിക്സ് ആയി. എന്നിട്ട് അതിനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓരോ എലമെന്റ്സും സെപ്പറേറ്റ് നമ്മൾ എഴുതി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കോഫാക്ടർ കണ്ടുപിടിക്കുന്ന കാര്യം നിങ്ങൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് അതുപോലെ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളെ ബേസിക് കൺസെപ്റ്റ്. ഞാനിപ്പോ തൽക്കാലം കോഫാക്ടർ കണ്ടുപിടിക്കാനോ മെട്രിക്സ് ആ ഫോർമാറ്റിൽ എഴുതാനോ തൽക്കാലം നിൽക്കുന്നില്ല. അത് ബേസിക് ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. കാര്യം ഈ എലമെന്റ് കണ്ടുപിടിക്കാൻ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാം, വേറെ ഒന്നും പുതുതായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത്
നമുക്ക് കൂടുതലും വരുന്നത് സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. നമ്മൾ മെട്രിക്സിനകത്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന അവസരത്തിൽ സെക്കൻഡ് ഓർഡർ മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒരു ഓർഡർ 2 ആയിട്ടുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അതിന്റെ ഒരു ചെറിയ ഭാഗം ഇതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം ഇൻവേഴ്സുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അഡ്ജോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻവേഴ്സിന്റെ ഇക്വേഷനിലേക്ക് വരുന്നത്. പോട്ടാ, ഞാനൊരു സെക്കൻഡ് ഓർഡർ മെട്രിക്സ് എടുത്തു. അപ്പൊ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ ഇങ്ങനെ എടുത്തു. എ ബി സി ഡി. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് ഡയറക്റ്റ് നമുക്കൊന്നും ചെയ്യാതെ അഡ്ജോയിന്റ് എഴുതാൻ പറ്റും. അഡ്ജോയിന്റ് എങ്ങനെ എഴുതുന്നത്? അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യണം. ഡി എ, എന്നിട്ട് നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. മൈനസ് ബി മൈനസ് സി. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് അഡ്ജോയിന്റ്. പിടി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ്. നിങ്ങളിപ്പോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ A11 എന്ന് പറയുമ്പോ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/2 ആണ് അല്ലെ. -1/2. അതിന്റെ ഫസ്റ്റ് റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഡി ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു ഡി. അതുപോലെ A12 ആണെങ്കിലോ -1/3 എന്ന് വരും അല്ലെ. നമുക്ക് -1/i+j എന്നാ വരുന്നത്. അപ്പം ഉൾപ്പെടുന്ന റോയും കോളം പോയി കഴിഞ്ഞാൽ സി ആണ് ഇൻറ്റു സി വരും. ഇസ് ഈക്വൽ ടു -c. ദെൻ A21 ആണെങ്കിൽ -1/3 തന്നെയാണ്. 2 + 1. ദെൻ ബി വരും. ഇറ്റ് ഈക്വൽ ടു -b. ദെൻ A22 ആണെങ്കിൽ -1/4 എ വരും. ഈക്വൽ ടു എ തന്നെ കിട്ടും. അപ്പൊ കോഫാക്ടർ മെട്രിക്സ് ആണെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? A11 എന്ന് പറയുമ്പോ നോക്കി എങ്ങനെയാ വരുന്നത്? ഡി -c ദെൻ -b a. ഓക്കെ, ഇങ്ങനെയല്ലേ വരുന്നത്? ഇത് കോഫാക്ടർ മെട്രിക്സ് ആണ്. അപ്പം അഡ്ജ് എന്ന് പറയുന്നത് ഇതിന്റെ ട്രാൻസ്പോസ്. അഡ്ജ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഡി -c -b a. ഇത് തന്നെയല്ലേ നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്? ഡി -b -c. അപ്പൊ നമുക്ക് ഇത്രയും ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഒരു സെക്കൻഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമായി. ഡയറക്റ്റ് അഡ്ജോയിന്റിലേക്ക് വരാം. എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക, നോൺ ഡയഗണൽ എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? അതിന്റെ കറസ്പോണ്ടിങ് അഡ്ജോയിന്റ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് എക്സാമിനൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് സെക്കൻഡ് ഓർഡറിന്റെ. ഇനി തേർഡ് ഓർഡറിന്റെ നമ്മൾ ശരിക്കും സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അത് പക്ഷെ ഓരോ എലമെന്റ്സ് ആയിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാതെ കോഫാക്ടർ മെട്രിക്സിലേക്കോ ഡയറക്റ്റ് അഡ്ജോയിന്റിലേക്കോ എഴുതാനുള്ള രീതി പറയാം. ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, നമ്മുടെ ടെക്സ്റ്റിലെ മെത്തേഡ് ഒന്നും അല്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരു മെട്രിക്സ് എഴുതാണ് A B C P Q R X Y Z. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ എങ്ങനെയുള്ള മെട്രിക്സില് ഡയറക്റ്റ് കോഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ആ കോഫാക്ടർ സ്റ്റെപ്പ് ഒഴിവാക്കി നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് അഡ്ജോയിന്റിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ ആദ്യം മെട്രിക്സ് അങ്ങ് എഴുതാണ്. A B C P Q R X Y Z. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനകത്തെ രണ്ട് എലമെന്റ്സുകള് ഈ രണ്ട് കോളംസ്, ഫസ്റ്റ് രണ്ട് കോളംസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതും. അപ്പം എങ്ങനെയാ? A P X then B Q Y. നേരത്തേക്ക് ആണെങ്കിൽ നമ്മൾ മൂന്നും എഴുതിയിട്ട് ചുറ്റൊന്നും ക്യാൻസൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അത്രയും കൂടെ എഴുതുന്ന സ്റ്റെപ്പ് കുറയ്ക്കാം. ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ എഴുതാം. അതുപോട്ടെ, ഇപ്പൊ തൽക്കാലം ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഫസ്റ്റ് രണ്ട് കോളം അല്ലേ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എഴുതിയത്. ഇനിയുള്ള ഫസ്റ്റ് രണ്ട് റോ എന്ത് ചെയ്യുക? അതേപോലെ എഴുതുക. ഫസ്റ്റ് രണ്ട് റോ എന്ന് പറയുമ്പോ ഇവിടെ എന്ത് വരും? A B C A B then P Q R P Q അല്ലെ? ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലും ഈ അഡ്ജോയിന്റ് കോഫാക്ടർ കണ്ടുപിടിച്ച് വരുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ ഔട്ടർ മോസ്റ്റ് റോയും കോളവും അങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾ ചുറ്റൊന്നും കളയരുത്. ശരിക്കും ഇവിടെ നിന്ന് ഇതങ്ങ് ഒഴിവാക്കുക. ഓക്കെ, ഇനി ബാക്കി വരുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഡിഫറൻസ് എഴുതിയാൽ നിങ്ങൾ സൈൻ പോലും നോക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് വരാൻ പറ്റും.
ഇത് ഇതേ പൊസിഷനിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കോഫാക്ടർ ആണ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതുന്ന പറയാം. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോഴാ കോഫാക്ടർ മെട്രിക്സ് ഞാൻ ചുരുക്കി അങ്ങ് എഴുതാണ്. ജസ്റ്റ് നോക്കാം, അത് എഴുതാനുള്ള ഒരു സ്പേസ് വേണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യണേ ആദ്യം, അല്ല ഇത് ചെയ്തത് ഈ ഒരു ഓർഡർ നമ്മൾ സാറിന് ഡിറ്റർമിനന്റ് അടിക്കുന്ന അതേ രീതിയിൽ ഈ ഓരോന്നിന്റെ ഡിറ്റർമിനന്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. QZ മൈനസ് RY, QZ മൈനസ് RY. അടുത്താണെങ്കിൽ RX മൈനസ് PZ, then PY മൈനസ് QX, PY മൈനസ് QX, then next one CY minus BZ, then AZ minus CX, AZ minus CX, then BX minus AY, BX minus AY, then BR minus CQ, BR minus CQ, CP minus AR, AQ മൈനസ് BP, AQ മൈനസ് BP ചെയ്ത് കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ഓക്കെ ആണല്ലോ, കോഫാക്ടർ മെട്രിക്സ്. ഇല്ല, നിങ്ങൾക്ക് ഇത് എഴുതാൻ താല്പര്യമില്ല, നിങ്ങൾ ഇങ്ങനെ എഴുതുന്നില്ല, നമ്മൾ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ടാണ് എങ്ങോട്ട് വരുന്നത്, അഡ്ജോയിന്റ് എയിലേക്ക് വരുന്നത്. നിങ്ങൾ കോഫാക്ടർ കണ്ടുപിടിക്കാതെ തന്നെ നിങ്ങൾക്ക് അഡ്ജോയിന്റിലേക്ക് വരാം. എങ്ങനെയാ? ഇതേ കാര്യങ്ങൾ തന്നെയാ. നിങ്ങൾ ഈ ചെയ്യുന്ന എലമെന്റ് റോ എഴുതുന്നതിന് പകരം ഫസ്റ്റ് കോളമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പം ഈ കോഫാക്ടർ മെട്രിക്സ് ഉള്ള സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം. ഡയറക്റ്റ് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് വഴി ഇതിലേക്ക് വരാം. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഓരോ എലമെന്റ്സും എഴുതിയിട്ട് കോഫാക്ടർ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി ദെൻ അഡ്ജോയിന്റ് എഴുതുക. ഇല്ലെങ്കിൽ അത് കോഫാക്ടർ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതാതെ തന്നെ അഡ്ജോയിന്റിലേക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കോഫാക്ടർ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ എഴുതി വരുന്ന ഒഴിവാക്കി ഡയറക്റ്റ് ഇവിടെ നിന്ന് നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ഉപയോഗിച്ചത് അങ്ങനെ അങ്ങ് ചെയ്തു പോവുകയാണ്. ജസ്റ്റ് മനസ്സിൽ നമ്മൾ ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് എഴുതും. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തെന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതുകയാണ്. അതായത് QZ മൈനസ് RY, RX മൈനസ് PZ, then PY മൈനസ് QX. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായി. അതുപോലെ CY മൈനസ് BZ, AZ മൈനസ് CX, BX മൈനസ് AY. then ഇവിടെ BR മൈനസ് CQ, CP മൈനസ് ഇവിടെ ഓക്കെ ആയിരുന്നോ, CY മൈനസ് DZ, AZ മൈനസ് CX, BX മൈനസ് AY. ഓക്കെ, then തേർഡ് അല്ലേ, BR മൈനസ് CQ, then CP മൈനസ് AR, AQ മൈനസ് BP. എഴുതി കഴിയുമ്പോ എന്തോ ആയി, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. QS RX PY, ഓക്കെ, CY BX. ഓക്കെ, അപ്പം ഇതിന്റെ അഡ്ജോയിന്റ് ട്രാൻസ്പോസ് എടുക്കുന്നു. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അഡ്ജോയിന്റ് കിട്ടി. ഓക്കെ ആണല്ലോ, ഇത്രയുള്ള ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ കാൽക്കുലേഷൻ സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻവേഴ്സിലേക്ക് കടക്കാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇത് നമുക്ക് ടെക്സ്റ്റിലെ മെത്തേഡ് അല്ല, നമ്മളൊരു കുറച്ച് സ്റ്റെപ്പ് കുറച്ച് നമുക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നതാണ്. ശരി, ഓക്കെ, ഇത് കഴിഞ്ഞാല് അടുത്ത നമുക്ക് ICY രണ്ടോന്ന് ഓർത്തിരിക്കുക. അഡ്ജോയിന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു തിയറമായിട്ടുള്ളതാണ്. ഒരു മെട്രിക്സ്, ആ മെട്രിക്സ് A എന്ന് പറയുന്ന മെട്രിക്സും അതിന്റെ അഡ്ജോയിന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ A ഇൻറ്റു അഡ്ജെ എന്ന് പറയുന്നത്, A ഒരു മെട്രിക്സ് ആണ്, അഡ്ജോയിന്റ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, ഈക്വൽ ടു അഡ്ജോയിന്റ് A ഇൻറ്റു A. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതെല്ലാം ഇപ്പോൾ നമുക്കറിയാം മെട്രിക്സിന്റെ കേസിൽ AB ഈക്വൽ ടു BA ആകണമെന്നില്ല. പക്ഷെ ഇവിടെ A ഒരു മെട്രിക്സ് ആണ്, അഡ്ജോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു മെട്രിക്സ് ആണ്. അപ്പൊ മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എയുടെ പ്രോഡക്റ്റും തിരിച്ചും അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയുടെ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിന്റ് A ഇൻറ്റു I ഇതിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ വേരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒരു തിയറമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. പ്രൂഫിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ചിലപ്പോൾ വേരിഫിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്ക് ഇൻവേഴ്സിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. A ഇൻറ്റു അഡ്ജെ ഇസ് ഈക്വൽ ടു അഡ്ജെ ഇൻറ്റു A ഈക്വൽ ടു ഡിറ്റർമിന്റ് A ഇൻറ്റു I. I എന്തോന്ന് അറിയാലോ, എന്താ
സ്ക്വയർ നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതേ ഓർഡറുള്ള ഐഡന്റിറ്റി മെട്രിക്സ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുക്കുന്നെങ്കിൽ 1 എന്ന് എടുക്കും, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 1 0 0 1 എടുക്കും, തേർഡ് ഓർഡർ ആണെങ്കിൽ 1 0 0 0 1 0 0 0 1 എന്നുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിനെ ഡിറ്റർമിന്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും എന്താ ഈ പ്രോഡക്റ്റ് എന്നാണ് തിയറം പറയുന്നത്. ഓക്കെ ആണല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശേഷം അടുത്ത ഒരു കാര്യം പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗുലാർ മെട്രിക്സ് അതുപോലെ നോൺ സിംഗുലാർ മെട്രിക്സ്. സിംഗുലാർ മെട്രിക്സും നോൺ സിംഗുലാർ മെട്രിക്സും വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു. ഒരു സ്ക്വയർ മെട്രിക്സ് കൺസിഡർ ചെയ്ത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്മൾ ഡിറ്റർമിന്റ് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ ഡിറ്റർമിന്റ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് സിംഗുലാർ മെട്രിക്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സിംഗുലാർ മെട്രിക്സ്. എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഡിറ്റർമിന്റ് എ 0 ആണെങ്കിൽ സിംഗുലാർ മെട്രിക്സ്, ഡിറ്റർമിന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എന്താണ് സിംഗുലാർ മെട്രിക്സ്, എന്താണ് നോൺ സിംഗുലാർ മെട്രിക്സ് പിടികിട്ടിയോ? വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിറ്റർമിന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് 0 ആണെങ്കിൽ സിംഗുലാർ മെട്രിക്സും നോൺ 0 ആണെങ്കിൽ നോൺ സിംഗുലാർ മെട്രിക്സും. ഓക്കെ ആണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? 1-2 തിയറങ്ങൾ പറയാനുള്ളത്. എ ബി 2 സ്ക്വയർ മെട്രിക്സുകളാണ്. അത് സിംഗുലാർ മെട്രിക്സ് നോൺ സിംഗുലാർ മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. എയും ബിയും നോൺ സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ അപ്പോൾ സ്ക്വയർ മെട്രിക്സ് എടുത്ത് പറയേണ്ട കാര്യമില്ല. നോൺ സിംഗുലർ എന്ന് പറയുമ്പോൾ തന്നെ ഡിറ്റർമിന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിന്റ് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേ പറ്റത്തുള്ളൂ? അത് സ്ക്വയർ മെട്രിക്സിനെ പറ്റത്തുള്ളൂ. അപ്പം എ ബി 2 നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിന്റ് എ ബിയും ഡിറ്റർമിന്റ് ബി എയും എന്തായിരിക്കും? നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. അത് ഉറപ്പാണ്. അതൊരു തിയറമാണ്. ഈ ഒരു തിയറങ്ങളുടെ ഒന്നും പ്രൂഫിൽ നമുക്ക് വലിയ ആവശ്യം വരുന്നില്ല, ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നോക്കി ഇത്രേ പറയുന്നുള്ളൂ. എ ബി ഇത് രണ്ടും എന്താണ്? 2 നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എ ബി അതുപോലെ ബി എ അതെന്തായിരിക്കും? നോൺ സിംഗുലർ മെട്രിക്സുകൾ ആയിരിക്കും. ഓക്കെ, ആ ശേഷം പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ച ഡിറ്റർമിന്റ് എ ബിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ഡിറ്റർമിന്റ് എ ബി സി ഡിറ്റർമിന്റ് എ ഇൻറ്റു ഡിറ്റർമിന്റ് ബി അത് നമുക്ക് ഓൾറെഡി ആദ്യം നമുക്ക് നോട്ട്സിന്റെ കൂട്ടത്തിൽ തന്നിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഒരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിന്റ് അഡ്ജ് എ എന്ന് പറയുന്നത് ഡിറ്റർമിന്റ് എ റേസ് ടു n-1 ആയി. ഓക്കെ, ഇത് ഒന്ന് ഓർത്തിരിക്കുക. അതായത് അഡ്ജ് എയുടെ ഡിറ്റർമിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമലി കണ്ടുപിടിച്ച ഡിറ്റർമിന്റ് എ റേസ് ടു n-1 ഇതിന് ഈക്വൽ ആയിരിക്കും. n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഓർഡർ ഓഫ് ഡിറ്റർമിന്റ് ഓർ മെട്രിക്സ്, ആ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ ഓർഡർ ആയിരിക്കും. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത സെക്ഷൻ ആയതുകൊണ്ട് മാത്രം അങ്ങ് പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നമുക്ക് വേണ്ടി ഡിറൈവ് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളത്. ആർക്കെങ്കിലും ഇതിന്റെ പ്രൂഫ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഡിറ്റർമിന്റ് അഡ്ജ് ഏസിക്കൽ ഡിറ്റർമിന്റ് എ റേസ് ടു n-1. ഡിറ്റർമിന്റ് അഡ്ജ് എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്. അഡ്ജ് പോയിന്റ് ഓഫ് മെട്രിക്സിന്റെ ഡിറ്റർമിന്റ് അതൊരു നമ്പർ കിട്ടും. ഡിറ്റർമിന്റ് എ ഓൾറെഡി ഒരു നമ്പർ ആയിരുന്നു, അത് റേസ് ടു n-1 ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിന് തൊട്ട് മുൻപായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിനെ തുടർന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.